നമസ്കാരം. ലോക്കൽ പോളിലേക്ക് വീണ്ടും സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. Flexi, Life Easy, Electronics and Home Appliances. പൊരിഞ്ഞ പോരിനൊടുവിൽ തൃശൂർ കോർപ്പറേഷനിലെ സീറ്റ് വിഭജനം പൂർത്തിയായി. സീറ്റ് കിട്ടാതെ ഐ ഗ്രൂപ്പിലേക്ക് മാറിയ രാജൻ പല്ലനെ ഉമ്മൻചാണ്ടി ഇടപെട്ട് തിരിച്ചെത്തിച്ചു. പല്ലൻ ചെമ്പൂക്കാവിൽ മത്സരിക്കും. പത്മജ വിഭാഗത്തിന് 2 സീറ്റ്. കോഴിക്കോട്ടെ ഫറോക്ക് നഗരസഭയിൽ ഇടതുമുന്നണിയിലെ അതൃപ്തരായ ചെറുകക്ഷികൾ ചേർന്ന് പുതിയ മുന്നണി ഉണ്ടാക്കി. മതേതര ജനാധിപത്യ മുന്നണി രൂപീകരിച്ചത് സീറ്റു വിഭജനത്തിലെ തർക്കം മൂത്ത്. നഗരസഭയിലെ മുഴുവൻ സീറ്റുകളിലും മത്സരം. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി കണ്ണൂരിലേക്ക് പോകാൻ ജാമ്യവ്യവസ്ഥയിൽ ഇളവ് തേടില്ലെന്ന് കാരായി ചന്ദ്രശേഖരനും രാജനും. പ്രചാരണമില്ലെങ്കിലും ജയിക്കും. ഇരുവരും CBI കോടതിയിൽ ഹാജരായി. വാസുവും അശോകനും പത്രിക നൽകി. പശ്ചിമഘട്ട സമരത്തിലെ കർഷക പിന്തുണ മുതലാക്കി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാൻ ക്രിസ്ത്യൻ സംഘടനകൾ. ജനസേവാ സമിതി എന്ന പേരിൽ കോഴിക്കോട് നഗരസഭയിൽ മത്സരത്തിന് 12 വാർഡുകളിൽ സ്ഥാനാർത്ഥികളെ നിർത്തും. സോഷ്യൽ മീഡിയ പ്രചാരണത്തിനും കൊഴുപ്പ് കൂട്ടാനൊരുങ്ങി കോൺഗ്രസ്. നവമാധ്യമങ്ങളിലെ പാർട്ടി പ്രവർത്തകർക്കായി KPCC പരിശീലന ക്യാമ്പ് നടത്തി. സത്യം മാത്രമേ പ്രചരിപ്പിക്കാവൂ എന്ന് പ്രവർത്തകരോട് മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും. കരുണാകരൻ അനുകൂലികളെയും യൂത്ത് കോൺഗ്രസിനെയും വെട്ടിനിരത്തി തൃശൂർ കോർപ്പറേഷനിലേക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയായി. സീറ്റ് ലഭിക്കാത്തതിനെ തുടർന്ന് ഐ ഗ്രൂപ്പിലേക്ക് ചേക്കേറിയ മേയർ രാജൻ ജെ പല്ലൻ ഉമ്മൻചാണ്ടിയുടെ ഇടപെടലിനെ തുടർന്ന് എ ഗ്രൂപ്പിലേക്ക് തിരികെ എത്തി. CN ബാലകൃഷ്ണന്റെ മകൾ CB ഗീത, മുൻ മേയർ IP പോൾ തുടങ്ങിയ പ്രമുഖരും സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. മാരത്തോൺ ചർച്ചകൾക്കൊടുവിലാണ് തൃശൂർ കോർപ്പറേഷനിലേക്കുള്ള സ്ഥാനാർത്ഥി നിർണയം കോൺഗ്രസ് പൂർത്തിയാക്കിയത്. 6 സീറ്റുകൾ വേണമെന്ന ഐ ഗ്രൂപ്പിനകത്തെ കരുണാകര വിഭാഗത്തിന്റെ ആവശ്യം വെട്ടിനിരത്തപ്പെട്ടു. പത്മജ വേണുഗോപാൽ നേതൃയോഗത്തിൽ പൊട്ടിത്തെറിച്ചിട്ടും കൂർക്കഞ്ചേരി, മണ്ണുത്തി സീറ്റുകളിൽ കരുണാകര വിഭാഗത്തിന് തൃപ്തിപ്പെടേണ്ടി വന്നു. CN ബാലകൃഷ്ണൻ, തേറമ്പിൽ രാമകൃഷ്ണൻ തുടങ്ങിയ ഐ ഗ്രൂപ്പ് നേതാക്കൾക്ക് എതിർപ്പുണ്ടായിട്ടും രമേശ് ചെന്നിത്തല ഇടപെട്ടാണ് കരുണാകരൻ അനുകൂലികൾക്ക് 2 സീറ്റ് നൽകാൻ ധാരണയായത്. സീറ്റ് നിഷേധിച്ചതോടെ ഐ ഗ്രൂപ്പിൽ ചേക്കേറാൻ നിന്നിരുന്ന മേയർ രാജൻ ജെ പല്ലൻ മുഖ്യമന്ത്രിയുടെ ഇടപെടലിനെ തുടർന്ന് എ വിഭാഗത്തിലേക്ക് മടങ്ങി. ചെമ്പൂക്കാവിൽ നിന്നാണ് രാജൻ ജനവിധി തേടുക. സീറ്റ് നിഷേധിക്കുന്ന പ്രശ്നം ഉണ്ടായിട്ടില്ല. അദ്ദേഹം നേരത്തെ നിശ്ചയിച്ചതും ചെമ്പൂക്കാവിലാണ്. ഇപ്പൊ അദ്ദേഹം മത്സരിക്കുന്നതും ചെമ്പൂക്കാവിലാണ്. പാർട്ടിയാണ് ആര് സ്ഥാനാർത്ഥികളാകണം എന്ന് നിശ്ചയിക്കുന്നത്. യുവജനങ്ങൾക്ക് അർഹമായ പരിഗണന നൽകണമെന്ന KPCC നിർദ്ദേശമുണ്ടായിട്ടും ഒരു യൂത്ത് കോൺഗ്രസ് പ്രതിനിധിക്ക് മാത്രമാണ് സീറ്റ് നൽകിയത്. അതാകട്ടെ CPIM ആധിപത്യമുള്ളതും വിമത സ്ഥാനാർത്ഥി സാധ്യതയുള്ളതുമായ സീറ്റ്. അന്തിമ പട്ടിക പുറത്തു വന്നപ്പോൾ 30 സീറ്റുകളിൽ ഐ ഗ്രൂപ്പും 18 സീറ്റുകളിൽ എ വിഭാഗവും മത്സരിക്കും. ശേഷിക്കുന്ന 7 സീറ്റുകളിൽ 3 ഐക്യ ജനതാദളിനും 2 വീതം സീറ്റുകൾ കേരള കോൺഗ്രസിനും മുസ്ലിം ലീഗിനും നൽകും. അനിശ്ചിതത്വത്തിനും നാടകീയതയ്ക്കും ഒടുവിൽ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായിരിക്കുന്നു. ഇനി കോൺഗ്രസിനെ അലട്ടുന്ന പ്രധാന പ്രശ്നം വിമത ഭീഷണിയാണ്. തൃശൂരിൽ നിന്നും സുർജിത് അയ്യപ്പത്ത്, റിപ്പോർട്ടർ. BJP വിട്ട് CPIMലെത്തിയ OK വാസുവും K അശോകനും പത്രിക നൽകി. കൂത്തുപറമ്പ് ബ്ലോക്കിലേക്ക് മത്സരിക്കാനാണ് ഇരുവരും പത്രിക നൽകിയത്. പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥി OK വാസുവായിരിക്കും. A അശോകൻ ഡമ്മി സ്ഥാനാർത്ഥിയായാണ് പത്രിക നൽകിയത്. മാങ്ങാട്ടിടത്തു നിന്നാണ് മത്സരം. കൂത്തുപറമ്പ് ബ്ലോക്കിലെ മാങ്ങാട്ടിടത്ത് നിന്ന് മത്സരിക്കാനാണ് ഇരുവരും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. OK വാസു ഔദ്യോഗിക സ്ഥാനാർത്ഥിയായും A അശോകൻ ഡമ്മി സ്ഥാനാർത്ഥിയുമായാണ് പത്രിക നൽകിയത്. എന്നാൽ സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം OK വാസു പത്രിക പിൻവലിച്ച് A അശോകനെ സ്ഥാനാർത്ഥിയാക്കിയേക്കും. അഷ്ന വധശ്രമ കേസിൽ അശോകൻ പ്രതിയായ സാഹചര്യത്തിലാണ് ഈ നീക്കം. അതിനിടെ കാരായ്മാർ മത്സരിക്കുന്നതിന് എതിരെ കണ്ണൂർ ജില്ലാ കോൺഗ്രസ് നേതൃത്വം ഗ്രൂപ്പ് മറന്ന് പ്രതിഷേധവുമായി രംഗത്തെത്തി. ജനവികാരം മനസ്സിലാക്കി കാരായ്മാർ പത്രിക പിൻവലിക്കേണ്ടി വരുമെന്ന് DCC പ്രസിഡന്റ് പറഞ്ഞു. എന്നാൽ കാരായ് രാജന് കെട്ടിവെക്കാൻ കാശ് നൽകിയ സാഹിത്യകാരൻ D പത്മനാഭനോടാണ് P രാമകൃഷ്ണൻ രോഷം കൊണ്ടത്. അദ്ദേഹം ഇങ്ങനെ ഒരു ചെറിയ ഒരു ദുർബല നിമിഷത്തിൽ അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടെങ്കിൽ ആ ചേതോവികാരം എന്തുകൊണ്ട് എന്ന് അദ്ദേഹം മലയാളത്തോട് പറയണം, മലയാളിയോട് പറയണം, ജനങ്ങളോട് പറയണം. ഫസലിൻ്റെ വിധവയോട് മാപ്പ് പറയണം. അദ്ദേഹത്തെ അല്പമെങ്കിലും പ്രായശ്ചിത്തമുണ്ടെങ്കിൽ ഫസലിൻ്റെ വിധവയോട് മാപ്പ് ചോദിക്കണം T പത്മനാഭൻ. അതിനിടെ UDFന്റെ കണ്ണൂർ കോർപ്പറേഷനിലേക്കുള്ള സീറ്റ് വിഭജനം 1 സീറ്റിന്റെ തർക്കത്തിൽ ഇനിയും പൂർത്തിയായില്ല. നിലവിൽ കോൺഗ്രസ് 36 സീറ്റിലും ലീഗ് 18 സീറ്റിലും മത്സരിക്കാനാണ് ധാരണയായത്. മേയർ സ്ഥാനാർത്ഥി സുമാ ബാലകൃഷ്ണൻ പയ്യാമ്പലത്തിൽ നിന്നായിരിക്കും ജനവിധി തേടുക. റിപ്പോർട്ടർ, കണ്ണൂർ. ജാമ്യ കാലാവധി കഴിഞ്ഞതിനെ തുടർന്ന് കാരായി രാജനും ചന്ദ്രശേഖരനും CBI കോടതിയിൽ ഹാജരായി. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി കണ്ണൂരിലേക്ക് പോകാൻ ജാമ്യ വ്യവസ്ഥയിൽ ഉടൻ ഇളവ് തേടില്ല എന്ന് കാരായിമാർ പറഞ്ഞു. ഫസൽ വധക്കേസിൽ CBI കോടതി കഴിഞ്ഞ ദിവസമാണ് ഇരുവർക്കും നാമനിർദ്ദേശ പത്രിക നൽകാനായി ജാമ്യത്തിൽ ഇളവ് നൽകിയത്. പുതുതായി രൂപീകരിച്ച ഫറോക്ക് നഗരസഭയിൽ LDFലെ അസംതൃപ്തരായ ചെറുകക്ഷികൾ ചേർന്ന് പുതിയ മുന്നണി ഉണ്ടാക്കി. സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട തർക്കമാണ് മതേതര ജനാധിപത്യ മുന്നണി എന്ന പുതിയ മുന്നണി രൂപീകരണത്തിലേക്ക് എത്തിച്ചത്.
നഗരസഭയിലെ മുഴുവൻ സീറ്റുകളിലും മത്സരിക്കാൻ മുന്നണി തീരുമാനിച്ചു. സംസ്ഥാനത്ത് ഇടതുപക്ഷത്തിനൊപ്പം നിലയുറപ്പിച്ചിട്ടുള്ള ജനതാദൾ എസ്, INL, നാഷണൽ സെക്കുലർ, CMP, അരവിന്ദാക്ഷം വിഭാഗം എന്നീ പാർട്ടികൾ ചേർന്നാണ് മതേതര ജനാധിപത്യ മുന്നണി രൂപീകരിച്ചത്. സീറ്റ് വിഭജനത്തിൽ ചെറുകക്ഷികളെ പൂർണ്ണമായും തഴഞ്ഞതിൽ പ്രതിഷേധിച്ചാണ് മുന്നണിയുമായി രംഗത്ത് വന്നത്. ഇതോടെ മുഴുവൻ ഡിവിഷനുകളിലും മുന്നണി സ്ഥാനാർത്ഥികളെ നിർത്തുന്നതിന് പുറമെ സ്വതന്ത്രന്മാരെ മത്സരിപ്പിക്കാനും ഇവർ നീക്കം നടത്തുന്നുണ്ട്. ചെറുകക്ഷികൾക്ക് ഒരു സാധ്യതയുമില്ലാത്ത ലീഗിന് മഹാഭൂരിപക്ഷമുള്ള 300-400 വോട്ടും ജയിക്കുന്ന സീറ്റുകളിൽ ഇത്തരം നമ്മളെ മറ്റു കക്ഷികളോട് മത്സരിക്കാൻ പറയുകയും ജയിക്കുന്ന സീറ്റുകൾ മൊത്തം CPM പിടിച്ചെടുക്കുകയും ചെയ്തതുകൊണ്ട് CPM-നെതിരെ LDF-ലെ ചെറു പ്രസ്ഥാനങ്ങൾ ഒരു ഒറ്റ മുന്നണിയായി കൊണ്ടുവന്നുകൊണ്ട് പൊരുതാനാണ് ഇപ്പോൾ. കഴിഞ്ഞ ദിവസം വന്ന സ്ഥാനാർത്ഥി പട്ടികയിൽ വിജയസാധ്യതയില്ലാത്ത സീറ്റ് നൽകി തങ്ങളെ ഒതുക്കാൻ നോക്കുകയാണ് CPIM ചെയ്യുന്നതെന്ന് ഇവർ ആരോപിക്കുന്നു. നിലവിൽ 2 സീറ്റുകളിൽ വീതം മത്സരിച്ച ജനതാദളിന് 1 സീറ്റും INL-ന് മത്സരിക്കാൻ ടിക്കറ്റ് നൽകാത്തതുമാണ് പുതിയ മുന്നണി രൂപീകരിക്കാൻ പ്രേരിപ്പിച്ചത്. പുതിയ മുന്നണി രൂപീകരിക്കുന്നതോടെ നിലവിലുള്ള ഭരണം നഷ്ടപ്പെടുമെന്ന ആശങ്കയിലാണ് CPIM നേതൃത്വം. എന്നാൽ ഇത് മുതൽക്കൂട്ടാക്കുമെന്ന് UDF നേതൃത്വവും കണക്കുകൂട്ടുന്നു. കോഴിക്കോട് നിന്നും V. നസീബ്, റിപ്പോർട്ടർ. കോട്ടയത്ത് കോൺഗ്രസ് കേരള കോൺഗ്രസ് സൗഹൃദ മത്സരത്തിന് കളമൊരുങ്ങി. 3 പഞ്ചായത്തുകളിൽ സൗഹൃദ മത്സരം നടക്കും. ഇതിനിടെ സീറ്റ് വിഭജനത്തിൽ പ്രതിഷേധിച്ച് ചിറക്കടവ് പഞ്ചായത്തിൽ മുസ്ലിം ലീഗ് ഇടതുപക്ഷത്തിന് പിന്തുണ നൽകാൻ തീരുമാനിച്ചു. ജില്ലയിൽ ഇത്തവണ കോൺഗ്രസും കേരള കോൺഗ്രസും തമ്മിൽ നല്ല സൗഹൃദത്തിലാണെന്നായിരുന്നു കേരള കോൺഗ്രസ് ചെയർമാൻ KM മാണിയുടെയും കോൺഗ്രസ് നേതാക്കളുടെയും നിലപാട്. അതുകൊണ്ട് തന്നെ ഇത്തവണ സൗഹൃദ മത്സരം ഉണ്ടാകില്ലെന്നും നേതാക്കൾ ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ കങ്ങഴ, മരങ്ങാട്ടുപള്ളി, ഒഴവൂർ പഞ്ചായത്തുകളിൽ ഇത്തവണ കോൺഗ്രസും കേരള കോൺഗ്രസും തമ്മിൽ സൗഹൃദ മത്സരം നടക്കും. കഴിഞ്ഞ തവണ സൗഹൃദ മത്സരം നടന്ന രാമപുരം, കരൂർ പഞ്ചായത്തുകളിൽ ഇത്തവണ കോൺഗ്രസും കേരള കോൺഗ്രസും തമ്മിൽ സീറ്റ് ധാരണയിലെത്തി. നല്ല സൗഹൃദമുള്ളതുകൊണ്ടാണ് സൗഹൃദ മത്സരം നടക്കുന്നതെന്ന് കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് EJ അഗസ്തി പറഞ്ഞു. അവിടെ 2 പഞ്ചായത്തുകളിൽ, ഒന്ന് മരങ്ങാട്ടുപള്ളിയിലും ഒന്ന് ഉഴവൂരിലും, ഒരു പക്ഷേ അവിടെ കോൺഗ്രസും കേരള കോൺഗ്രസുമായി നല്ല സൗഹൃദമായതുകൊണ്ട് സൗഹൃദ മത്സരം നടക്കാൻ സാധ്യതയുണ്ട്. സൗഹൃദ മത്സരത്തെക്കുറിച്ചുള്ള KM മാണിയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു. 71 പഞ്ചായത്തിൽ ഒരു 3 പഞ്ചായത്ത്, അതായത് 2-3 പഞ്ചായത്തിൽ അല്പസ്വല്പമൊക്കെ ചില അഭിപ്രായ വ്യത്യാസത്തിലെ പിന്നെ ജനാധിപത്യ കക്ഷികളാണ്. സീറ്റ് വിഭജന ചർച്ചയിൽ കോൺഗ്രസ് അവഗണിച്ചുവെന്നാരോപിച്ചാണ് ചിറക്കടവ് പഞ്ചായത്തിൽ ലീഗ് കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ച് ഇടതുപക്ഷത്തിന് പിന്തുണ നൽകാൻ തീരുമാനിച്ചത്. റിപ്പോർട്ടർ, കോട്ടയം. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ മലപ്പുറത്തെ ലീഗ് കോൺഗ്രസ് തർക്കത്തിന് പരിഹാരമായിട്ടേയില്ല. മന്ത്രിമാരായ PK കുഞ്ഞാലിക്കുട്ടിയും ആര്യാടൻ മുഹമ്മദും നേരിട്ട് ചർച്ച നടത്തിയിട്ടും 13 പഞ്ചായത്തുകളിൽ മുന്നണി ബന്ധം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞില്ല. ഇതോടെ 8 പഞ്ചായത്തുകളിൽ ലീഗും കോൺഗ്രസും നേർക്കുനേർ പോരാട്ടത്തിനാണ് കളമൊരുങ്ങിയത്. തുടർച്ചയായ 4 ദിവസം അർദ്ധരാത്രി വരെ നീളുന്ന ചർച്ചകൾ നടത്തിയിട്ടും 13 പഞ്ചായത്തുകളിൽ UDF ബന്ധം പുനഃസ്ഥാപിക്കാനായിട്ടില്ല. ജില്ലാ നേതൃത്വം പരാജയപ്പെട്ടിടത്ത് സംസ്ഥാന നേതൃത്വവും മുട്ടുമടക്കുകയാണ്. മന്ത്രിമാരായ PK കുഞ്ഞാലിക്കുട്ടിയും ആര്യാടൻ മുഹമ്മദും ഒറ്റയ്ക്കും കൂട്ടായും ഇരുന്നു ചർച്ചകളിൽ. പക്ഷേ പരിഹാരം മാത്രം ഉണ്ടായില്ല. അത്രയ്ക്ക് രൂക്ഷമാണ് മുന്നണിക്കകത്തെ പ്രാദേശിക പ്രശ്നങ്ങൾ. മൂത്തേടം, ചോക്കാട്, കരുവാരക്കുണ്ട്, കാളികാവ്, പോരൂർ, എടപ്പറ്റ, പൊന്മുണ്ടം, മാറാക്കര, ചെറിയമുണ്ടം, ഒഴൂർ, പുൽപ്പറ്റ, ആനക്കയം എന്നീ പഞ്ചായത്തുകളിലാണ് മുന്നണി തർക്കം ഇപ്പോഴും തീരാതെ നിൽക്കുന്നത്. ഇതിൽ 8 സമവായ ചർച്ചകൾ അവസാനിപ്പിച്ചതോടെ ലീഗും കോൺഗ്രസും നേർക്കുനേർ പോരാടും. ഇതിൽ പലയിടത്തും പാർട്ടികൾ സ്വന്തമായി സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിക്കഴിഞ്ഞു. മുന്നണി ബന്ധം നിലനിർത്താനായെങ്കിലും കൊണ്ടോട്ടിയിലും താനൂരും പരപ്പനങ്ങാടിയിലും പ്രചാരണം 2 വഴിക്കാണ്. കോട്ടക്കലിൽ ലീഗിലെ പ്രതിഷേധം ചേരിതിരിവിലേക്കാണ് നീങ്ങുന്നത്. മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിയുടെ മണ്ഡലമായ വേങ്ങര, കണ്ണമംഗലത്തെ തർക്കവും നേതൃത്വത്തിന് പുതിയ വെല്ലുവിളിയാണ്. ഇന്നത്തെ അവസാനഘട്ട ചർച്ചയും പരാജയപ്പെട്ടാൽ ഒറ്റയ്ക്ക് തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള നിർദ്ദേശം ഇരു നേതൃത്വങ്ങളും പാർട്ടികൾക്ക് നൽകിക്കഴിഞ്ഞു. റിപ്പോർട്ടർ, മലപ്പുറം. സ്ഥാനാർത്ഥി നിർണയത്തിൽ യുവാക്കളെ അവഗണിച്ചതിൽ പ്രതിഷേധിച്ച് ഒറ്റപ്പാലത്തെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി ഓഫീസ് പൂട്ടിയിട്ടു. സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കുന്നതിനായി കോൺഗ്രസ് നേതാക്കൾ യോഗം ചേരുമ്പോഴായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. 36 വാർഡുകളുള്ള ഒറ്റപ്പാലം നഗരസഭയിലേക്ക് സ്ഥാനാർത്ഥി നിർണയം നടത്തിയ പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം KPCC നിർദ്ദേശം അവഗണിച്ച് യുവാക്കളെ തടഞ്ഞതാണ് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തിന് കാരണമായത്. ഒറ്റപ്പാലം നഗരസഭയിലെ 22-ാം വാർഡിൽ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ജയരാജിനെ തടഞ്ഞ് നിലവിലെ കൗൺസിലർ ജോസ് തോമസിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കാൻ പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചു. ഇദ്ദേഹത്തെ ഉൾക്കൊള്ളിച്ച് DCCക്ക് പട്ടിക നൽകുകയും ചെയ്തു. തുടർന്ന് ഒറ്റപ്പാലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ യോഗം ചേരുന്നതിനിടെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയത്.
ഓഫീസിലുണ്ടായിരുന്ന ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ്, മണ്ഡലം പ്രസിഡന്റ് തുടങ്ങിയ നേതാക്കളെ മുറിക്കകത്തിട്ട് പൂട്ടി. ഓഫീസിലേക്കുള്ള വൈദ്യുതിയും ഓഫാക്കി. ഓഫീസ് വരാന്തയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുദ്രാവാക്യം വിളിയോടെ പ്രതിഷേധിച്ചു. ഒറ്റപ്പാലം സിഐയുടെ നേതൃത്വത്തിൽ പോലീസ് എത്തി പ്രവർത്തകരെ തിരിച്ചയച്ചാണ് പ്രശ്നത്തിന് താൽക്കാലിക പരിഹാരമായത്. പ്രശ്നം ജില്ലാ നേതൃത്വം പരിഗണിക്കുമെന്ന് നേതാക്കൾ അറിയിച്ചു. ഒന്നിലധികം പേര് വന്ന ഓരോ വാർഡിലെയും കൃത്യമായ ലിസ്റ്റ് തിരഞ്ഞെടുപ്പ് സമിതിക്ക് സമർപ്പിക്കുകയും അതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാൻ ഉത്തരവാദപ്പെട്ടവർ എടുക്കേണ്ടതുമാണ്. തങ്ങളെ അവഗണിച്ചാൽ എല്ലാ സീറ്റിലും മത്സരിക്കുമെന്നാണ് യൂത്ത് കോൺഗ്രസ് വെല്ലുവിളി. റിപ്പോർട്ടർ, പാലക്കാട്. കാഞ്ഞങ്ങാട് നഗരസഭ ലീഗിലെ സ്ഥാനാർത്ഥി നിർണയം പ്രതിഷേധവുമായി കാഞ്ഞങ്ങാട് നഗരസഭയിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രതിഷേധവുമായി യൂത്ത് ലീഗ് രംഗത്ത്. കളങ്കിതരും അഴിമതിക്കാരുമായ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുന്നുവെന്നാരോപിച്ച് നഗരത്തിൽ യൂത്ത് ലീഗ് പ്രവർത്തകർ പ്രകടനം നടത്തി. കാഞ്ഞങ്ങാട് നഗരസഭയിൽ ഏറെ വിവാദമായ ബാർ വിഷയത്തിൽ ആരോപണ വിധേയരായ സ്ഥാനാർത്ഥികളെയാണ് മുസ്ലിം ലീഗ് മത്സരിപ്പിക്കുന്നതെന്ന് യൂത്ത് ലീഗ് ആരോപിക്കുന്നു. നേതൃത്വത്തിന്റെ തെറ്റായ നിലപാടിൽ പ്രതിഷേധിച്ച് യൂത്ത് ലീഗ് പ്രവർത്തകർ പ്രകടനം നടത്തി. കഴിഞ്ഞ നഗരസഭാ ഭരണത്തിൽ മുസ്ലിം ലീഗിന് സംസ്ഥാനമൊട്ടാകെ ഒരു നാണക്കേടുണ്ടാക്കിയ പ്രശ്നമാണ് ബാർ വിഷയവുമായി കോഴ വാങ്ങുകയും അതുപോലെ തന്നെ പല വിഷയങ്ങളുമായി കാഞ്ഞങ്ങാട് നഗരസഭയിൽ നേതൃത്വം തെറ്റുകൾ കാണിക്കുമ്പോൾ അത് ചൂണ്ടിക്കാട്ടി അവരെ മാതൃക കാട്ടാനാണ് യൂത്ത് ലീഗ് ഈ പ്രതിഷേധ പ്രകടനമായി ഇറങ്ങിയിട്ടുള്ളത്. കളങ്കിതരായ സ്ഥാനാർത്ഥികളെ പിൻവലിച്ചില്ലെങ്കിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പണം ഉൾപ്പെടെ തടയുമെന്ന് യൂത്ത് ലീഗ് പ്രഖ്യാപിച്ചു. യൂത്ത് ലീഗിന്റെ പ്രതിഷേധം ഇവിടെ മാത്രം അവസാനിക്കുന്നില്ല. ബാലറ്റ് യുദ്ധത്തിലൂടെ നിങ്ങളെ പരാജയപ്പെടുത്താൻ യൂത്ത് ലീഗ് തയ്യാറാണ്. നിലവിൽ മുസ്ലിം ലീഗിന് ഭൂരിപക്ഷമുള്ള കാഞ്ഞങ്ങാട് നഗരസഭയിൽ പ്രത്യക്ഷ സമരവുമായി യൂത്ത് ലീഗ് ഉൾപ്പെടെ രംഗത്ത് വന്നത് UDFന് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. റിപ്പോർട്ടർ, കാസർഗോഡ്. ഗാഡ്ഗിൽ കസ്തൂരംഗൻ റിപ്പോർട്ടുകൾക്കെതിരായ സമരത്തിലൂടെ നേടിയെടുത്ത ജനപിന്തുണ ഉപയോഗപ്പെടുത്തി ക്രൈസ്തവ സംഘടനകൾ രാഷ്ട്രീയ പരീക്ഷണത്തിനൊരുങ്ങുന്നു. കോഴിക്കോട് കോർപ്പറേഷനിലേക്ക് ജനസേവാ മുന്നണി രൂപീകരിച്ചാണ് മത്സരം. സമുദായം അവഗണിക്കപ്പെടുന്നതായി ചൂണ്ടിക്കാട്ടിയാണ് ജനസേവാ സമിതി രൂപീകരിച്ച് മത്സരരംഗത്തിറങ്ങാനുള്ള തീരുമാനം. ഓൾ കേരള കാത്തലിക് കോൺഗ്രസ്, ലാറ്റിൻ കാത്തലിക് അസോസിയേഷൻ, കേരള കാത്തലിക് ഫെഡറേഷൻ എന്നിവയുടെ നേതൃത്വത്തിലാണ് രാഷ്ട്രീയ പരീക്ഷണം. കോഴിക്കോട് കോർപ്പറേഷനിലെ 12 വാർഡുകളിൽ ജനസേവാ സമിതി ജനവിധി തേടും. മുന്നണികൾ അപ്പാടെ അവഗണിക്കുകയും ഒരു വോട്ട് ബാങ്കായിട്ട് ഇവരെ എല്ലാ കാലത്തും സൂക്ഷിക്കുകയും ഒരു നൊമ്പരം സമുദായ അംഗങ്ങൾക്കുണ്ട്. അതാണ് ഇത്തരത്തിലുള്ള നീക്കത്തിന് കാരണം. പശ്ചിമഘട്ട ജനസംരക്ഷണ സമിതിയിലൂടെ നേടിയെടുത്ത ജനപിന്തുണ ഉപയോഗപ്പെടുത്താനാകുമെന്നാണ് ക്രൈസ്തവ സഭയുടെ കണക്കുകൂട്ടൽ. മലയോര മേഖലയിൽ പശ്ചിമഘട്ട സംരക്ഷണ സമിതിയുടെ പേരിൽ തന്നെ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കാനും താമരശ്ശേരി രൂപത ലക്ഷ്യമിടുന്നു. അവിടെ തീർച്ചയായിട്ടും നമ്മുടെ ഈ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുന്ന സ്ഥാനാർത്ഥികൾക്ക് പ്രാമുഖ്യം കൊടുത്തുകൊണ്ടുള്ള ഒരു നീക്കം അവിടെ പശ്ചിമഘട്ട ജനസംരക്ഷണ സമിതി നടത്തുന്നുണ്ടാവും. അതേസമയം പുതിയ നീക്കത്തിന് പിന്നിൽ രാഷ്ട്രീയ പാർട്ടികളെ സമ്മർദ്ദത്തിലാക്കാമെന്ന കണക്കുകൂട്ടലും സംഘടനകൾക്കുണ്ട്. റിപ്പോർട്ടർ, കോഴിക്കോട്. PKVയുടെ മകൾ ശാരദാ മോഹനും ഇത്തവണ മത്സരത്തിലുണ്ട്. കാർഡി ഡിവിഷനിൽ നിന്നാണ് PKVയുടെ മകൾ ഇത്തവണ ജനവിധി തേടുക. തെരഞ്ഞെടുപ്പ് രംഗത്ത് ആദ്യമെങ്കിലും രാഷ്ട്രീയത്തിൽ തുടക്കക്കാരിയല്ല PKVയുടെ മകൾ ശാരദാ മോഹൻ. CPIയുടെ സാംസ്കാരിക സംഘടനയായ വനിതാ കലാ സാഹിത്യ സെക്രട്ടറി, മഹിളാ സംഘം ജില്ലാ കമ്മിറ്റി അംഗം എന്നിങ്ങനെ ചുമതലകൾ ഏറെ. ബംഗളൂരുവിൽ അധ്യാപികയായിരുന്ന ശാരദാ മോഹൻ PKVയുടെ മരണത്തെ തുടർന്നാണ് പുല്ലുവഴിയിലെ തറവാട്ട് വീട്ടിൽ സ്ഥിരതാമസമാക്കിയത്. ബംഗളൂരുവിലും പാർട്ടി അംഗവും സജീവ പ്രവർത്തകയുമായിരുന്നു. അച്ഛനും അമ്മാവൻ P ഗോവിന്ദപിള്ളയും മുന്നോട്ട് വെച്ച സംശുദ്ധ രാഷ്ട്രീയമാണ് കൈമുതലെന്ന് സ്ഥാനാർത്ഥി പറയുന്നു. അമ്മാവൻ പഠിപ്പിച്ചതും അച്ഛൻ പഠിപ്പിച്ചതും കുടുംബത്തിൽ ഞങ്ങൾ പഠിച്ചു വന്നതുമാണ് ഞങ്ങൾ മുന്നോട്ട് പ്രവർത്തിക്കുന്നതും. നമ്മളും അച്ഛനെല്ലാം പറഞ്ഞു തന്ന പോലെ ഒരു ഉച്ചനീചത്വങ്ങളും സമത്വവും ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് മുന്നോട്ട് ജീവിച്ചവരാണ്. എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം വനിതാ സംവരണമായതിനാൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ലക്ഷ്യമിട്ടാണ് CPI PKVയുടെ മകളെ കളത്തിലിറക്കിയിരിക്കുന്നത്. മുൻ മുഖ്യമന്ത്രി EK നായനാരുടെ മകൾ ഉഷാ പ്രവീണും കൊച്ചി കോർപ്പറേഷനിൽ മത്സരരംഗത്തുണ്ട്. ഇതോടെ ജില്ലയിൽ 2 മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കളാണ് മത്സരരംഗത്തുള്ളത്. റിപ്പോർട്ടർ, കൊച്ചി. പത്തനംതിട്ട പ്രമാടം ഗ്രാമപഞ്ചായത്ത് 7-ാം വാർഡിൽ CPIM സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് നെഹ്റുവാണ്. കോൺഗ്രസുകാർ ആരും ഞെട്ടരുത്. KK നെഹ്റു എന്ന CPIM ബ്രാഞ്ച് സെക്രട്ടറിയാണ് ഈ കക്ഷി. അരിവാൾ ചുറ്റിക നക്ഷത്രം ചിഹ്നത്തിൽ നെഹ്റു മത്സരിക്കുന്നുവെന്ന് കേട്ടാൽ ഏത് കോൺഗ്രസുകാരനും ആദ്യം ഒന്ന് ഞെട്ടും. ഈ ഞെട്ടലിൽ തന്നെയാണ് നമ്മുടെ നെഹ്റു മത്സരിക്കുന്ന വാർഡിലെ കോൺഗ്രസുകാരും. CPM ബ്രാഞ്ച് സെക്രട്ടറി കൂടിയായ നെഹ്റുവിന് പേര് വന്നതിന് പിന്നിൽ ഒരു ചരിത്രമുണ്ട്. കടുത്ത കോൺഗ്രസ് അനുഭാവിയായിരുന്നു നെഹ്റുവിന്റെ അച്ഛൻ. ദേശീയ നേതാക്കളുടെ കടുത്ത ആരാധകനും. പേര് വന്നത് പിന്നെ എൻ്റെ അച്ഛൻ ഒരു കോൺഗ്രസിൻ്റെ അനുഭാവിയായിരുന്നു. അദ്ദേഹത്തിന് പിന്നെ
അന്ന് എൻ്റെ പേര് ഇട്ടു. പക്ഷേ ആ പേര് പക്ഷേ എനിക്ക് ഗുണം ചെയ്തതാണ്. കഴിഞ്ഞ തവണ CPM കോൺഗ്രസിനോട് പരാജയം പറഞ്ഞ വാർഡാണ് ഇത്തവണ നെഹ്റുവിനെ നിർത്തി തിരിച്ചുപിടിക്കാൻ പാർട്ടി തീരുമാനിച്ചത്. സ്ഥാനാർത്ഥി വോട്ട് ചോദിച്ച് വീടുകളിലെത്തി പേര് പറഞ്ഞ് പരിചയപ്പെടുത്തുമ്പോൾ തന്നെ വോട്ടർമാരുടെ മനസ്സിൽ പേര് പതിയുമെന്ന വിശ്വാസത്തിന് പുറമെ പോളിംഗ് ബൂത്തിലെത്തി സ്ഥാനാർത്ഥിയുടെ പേര് കാണുന്ന കോൺഗ്രസുകാരും നെഹ്റുവിന് വോട്ട് ചെയ്യുമെന്ന പ്രതീക്ഷയും എല്ലാവർക്കുമുണ്ട്. നെഹ്റു കോൺഗ്രസിനെ തോൽപ്പിക്കുമെന്നാണ് ഇനി കണ്ടറിയേണ്ടത്. S. ശ്യാംകുമാർ, റിപ്പോർട്ടർ, പത്തനംതിട്ട. കോഴിക്കോട്ടെ മുസ്ലിം ലീഗിന്റെ തട്ടകമായ കുറ്റിച്ചിറയിൽ പാർട്ടിക്ക് തലവേദനയുയർത്തി ഇടതു പിന്തുണയോടെ ജനകീയ വികസന മുന്നണി മത്സരരംഗത്ത്. ലീഗ് നേതൃത്വത്തിന്റെ നിലപാടിനെ ചോദ്യം ചെയ്ത് രൂപീകരിച്ച ഗ്രീൻ സ്റ്റാറാണ് വികസന മുന്നണിയെ നയിക്കുന്നത്. ലീഗിന്റെ ചരിത്രമുറങ്ങുന്ന മണ്ണിൽ തങ്ങൾക്ക് പുതുചരിത്രം രചിക്കാനാകുമെന്നാണ് ജനകീയ വികസന മുന്നണിയുടെ പ്രതീക്ഷ. ഇസ്മായിൽ സാഹിബ്, ബാഫക്കി തങ്ങൾ തുടങ്ങി നിരവധി മുസ്ലിം ലീഗ് നേതാക്കളെ നെഞ്ചേറ്റിയ നാടാണ് കോഴിക്കോട് കുറ്റിച്ചിറ. നേതാക്കൾക്ക് ഭക്ഷണവും വിശ്രമവുമെല്ലാം ഒരുക്കിയ കുഞ്ഞിത്താൻ മാളിക വീടിപ്പോൾ പാർട്ടിയോട് മുഖം തിരിഞ്ഞു നിൽപ്പാണ്. തറവാട്ടിലെ പുതുതലമുറയുടെ നേതൃത്വത്തിൽ മറ്റൊരു പച്ചക്കൊടി കുറ്റിച്ചിറയിൽ ഉയർന്നു, ഗ്രീൻ സ്റ്റാർ. ഈ വാർഡിൻ്റെ ഒരു ഭാഗം തീരദേശത്തോട് ചേർന്നിട്ടുള്ള പിന്നോക്ക ജനവിഭാഗം തിങ്ങി താമസിക്കുന്ന പ്രദേശമാണ്. അവിടെ അടിസ്ഥാന സൗകര്യം പോലും ഒരു മനുഷ്യൻ്റെ പ്രാഥമിക കാര്യങ്ങൾ നിറവേറ്റാൻ പോലുള്ള സൗകര്യങ്ങളില്ലാത്തതാണ്. EMS ഭവന പദ്ധതി കൊണ്ടുവന്നു. അപ്പോൾ EMSൻ്റെ പേരിൽ ഈ ഭാഗത്തൊരു വീട് വേണ്ടെന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ കൗൺസിലർ അത് തടസ്സപ്പെടുത്തിയത്. ബൈത്തുറമ കൊടുക്കാൻ. എന്നിട്ട് ഈ പ്രദേശത്തുള്ള ഒരു പാവപ്പെട്ടവനിക്കും ബൈത്തുറമയും കൊടുത്തിട്ടില്ല. UDF സ്ഥാനാർത്ഥിക്കെതിരെ മത്സരരംഗത്തിറങ്ങാൻ ഗ്രീൻ സ്റ്റാർ തീരുമാനിച്ചു. ഇടതു പിന്തുണയോടെ ജനകീയ വികസന മുന്നണിയാണ് മത്സരരംഗത്തുള്ളത്. 4 തലമുറ ഈ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തെ ഇവിടെ നിലനിർത്താൻ നിന്ന ആളുകളെ നമ്മൾ മാറണമെന്നുണ്ടെങ്കിൽ പാർട്ടിൻ്റെ അകത്ത് എന്താ സംഭവിച്ചെന്നുള്ളത് പാർട്ടി പഠിക്കണം. മുസ്ലിം ലീഗെന്നും വലിയൊരു വിഭാഗം ഇപ്പം പാർട്ടിൻ്റെ പുറത്താണ്. ആ വിഭാഗവും ഇവിടുത്തെ മത സാംസ്കാരിക മുസ്ലിം ലീഗും കോൺഗ്രസും അല്ലാത്ത എല്ലാ സംഘടനകളും ഉൾക്കൊള്ളുന്ന ഒരു ജനകീയ മുന്നണി രൂപീകരിച്ചിട്ടാണ് ഇപ്രാവശ്യത്തെ മത്സരത്തിനെ നേരിടുന്നത്. വനിതാ പട്ടിക വിഭാഗ സംവരണ വാർഡായ കുറ്റിച്ചിറയിൽ വലിയ പറമ്പിൽ ശാന്തയാണ് ജനകീയ വികസന മുന്നണിയുടെ സ്ഥാനാർത്ഥി. റിപ്പോർട്ടർ, കോഴിക്കോട്. തെരഞ്ഞെടുപ്പ് ചൂട് കത്തുമ്പോൾ സോഷ്യൽ മീഡിയ പ്രചാരണത്തിനും ചൂടുകൂട്ടാനൊരുങ്ങുകയാണ് കോൺഗ്രസ്. സോഷ്യൽ മീഡിയയിലെ പാർട്ടി പ്രവർത്തകർക്കായി KPCC പ്രത്യേക പരിശീലന ക്യാമ്പ് നടത്തി. സത്യം മാത്രമേ പ്രചരിപ്പിക്കാവൂവെന്ന് മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും KPCC പ്രസിഡന്റും പ്രവർത്തകരോട് നിർദ്ദേശിച്ചു. തെരഞ്ഞെടുപ്പ് രംഗത്ത് താഴെത്തട്ടിൽ നടത്തുന്ന നേരിട്ടുള്ള പ്രചരണം മാത്രം പോരെന്ന ബോധ്യത്തിലാണ് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വം. അതുകൊണ്ട് തന്നെ ഫേസ്ബുക്കിലടക്കം പാർട്ടിക്കായി ഇടപെടുന്നവരെ നേരിട്ട് വിളിച്ച് പ്രത്യേക പരിശീലനം തന്നെ നൽകി. തെരഞ്ഞെടുത്ത 100ഓളം പ്രവർത്തകർ പങ്കെടുത്ത പരിപാടി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്തു. പാർട്ടിക്കെതിരെ നിൽക്കുന്നവർക്ക് മറുപടി നൽകണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അവിടെ എന്തൊക്കെ നടക്കുന്നു, അതിനുള്ള നമ്മുടെ പ്രതികരണം, മറുപടി, അതൊക്കെ യഥാസമയം കൊടുക്കാനും സാധിക്കണം. കള്ളപ്രചരണങ്ങൾ പാടില്ലെന്നായിരുന്നു KPCC പ്രസിഡന്റ് BM സുധീറിന്റെയും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെയും നിർദ്ദേശം. നമുക്ക് വേണ്ടി തെറ്റായ ഒരു പ്രചരണവും നടത്തേണ്ടതില്ല. സത്യമായ കാര്യങ്ങൾ കാരണം ഈ മേഖലയിൽ ഇപ്പം നടക്കുന്നത് എന്താണ്? വ്യക്തിഹത്യ നടത്താൻ വേണ്ടിയുള്ള പത്രങ്ങൾ ഇറക്കുന്നു. ആരാണെന്നറിയില്ല. സോഷ്യൽ മീഡിയ പ്രവർത്തകർക്കായി AICC പുറത്തിറക്കിയ മാർഗരേഖയും KPCC വിതരണം ചെയ്തു. VT ബൽറാം MLA അടക്കം സോഷ്യൽ മീഡിയയിലെ കോൺഗ്രസിന്റെ സജീവ സാന്നിധ്യങ്ങൾ പ്രവർത്തകർക്കായി ക്ലാസുകൾ എടുത്തു. റിപ്പോർട്ടർ, തിരുവനന്തപുരം. തെരഞ്ഞെടുപ്പ് ചിത്രം തെളിഞ്ഞതോടെ പാർട്ടി ഗാനങ്ങൾ ഒരുക്കി വോട്ട് പിടിക്കാനുള്ള ഓട്ടത്തിലാണ് സ്ഥാനാർത്ഥികൾ. സ്വന്തം പേരിനൊപ്പം വാർഡിലെ വികസനങ്ങളും കോർത്തിണക്കുന്നതാണ് പാട്ടുകളിലെ വരികൾ. ലീഗല്ലേ മുസ്ലിം ലീഗല്ലേ വലിയങ്ങാടിക്ക് ഉശിരേകില്ലേ. ന്യൂജൻ മാപ്പിളപ്പാട്ടുകളാണ് ഇത്തവണയും പാരഡിയിലെ താരം. പുതിയ സിനിമാ പാട്ടുകളും വോട്ടുപാട്ടിന്റെ പാരഡി വരികളാകുന്നു. പാടാൻ റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തതും അതേപോലെ നാട്ടിൽ ഈ ഗാനമേള മറ്റു പാടുന്ന കുട്ടികൾ അങ്ങനെ പല റേഞ്ചിലുള്ള ആളുകളും പാടാൻ വരുന്നുണ്ട്. ഈ ചിഹ്നങ്ങളും മറ്റ് സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ വരുന്നേ ഉള്ളൂ. കാരണം അവരുടെ ചിഹ്നങ്ങൾ വരുന്നതോടുകൂടി അവരും കൂടുതലായിട്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥികളുടെ പാട്ടുകളും കൂടുതലായിട്ട് വന്നു തുടങ്ങും. വോട്ടർമാരെ പാട്ടിലാക്കാൻ, എതിരാളികൾക്ക് പാട്ടും പാടി പണി കൊടുക്കാൻ പാട്ടൊരുക്കുന്ന തയ്യാറെടുപ്പിലാണ് സ്ഥാനാർത്ഥികൾ. അഖിൽ ഓട്ടുപാറയ്ക്കൊപ്പം ഷെഫീഖ് തച്ചുപറമ്പൻ, റിപ്പോർട്ടർ, മലപ്പുറം.
കോഴിക്കോട്ടെ LDFിന്റെ മേയർ സ്ഥാനാർത്ഥിയായ VKC മുഹമ്മദ് കോയ പത്രിക നൽകി. പൂർണ്ണ വിജയ പ്രതീക്ഷയാണുള്ളതെന്ന് മുഹമ്മദ് കോയ പറഞ്ഞു. ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് LDFിന്റെ കോഴിക്കോട് കോർപ്പറേഷൻ മേയർ സ്ഥാനാർത്ഥി VKC മുഹമ്മദ് കോയ പത്രിക സമർപ്പിച്ചത്. പ്രശ്നങ്ങളില്ലാത്ത ഒരു കൗൺസിലാണ് താൻ ആഗ്രഹിക്കുന്നതെന്ന് പത്രിക സമർപ്പിച്ച ശേഷം VKC പ്രതികരിച്ചു. അപ്പോൾ നമുക്ക് ബഹളങ്ങളില്ലാത്ത ഒരു നല്ല കൗൺസിലിനായി അതിനെ മാറ്റണം. ജനങ്ങളുടെ താല്പര്യങ്ങൾക്കനുസൃതമായി ജനങ്ങളുടെ ആവശ്യപ്രകാരം അവരുടെ അഭിലാഷങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു കൂട്ടായ്മ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. പൂർണ്ണ വിജയപ്രതീക്ഷയാണ് ഉള്ളതെന്നും ഭരണത്തുടർച്ചയുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ബേപ്പൂർ MLA ആയിരുന്ന VKC CPIM ഫറൂഖ് ഏരിയ കമ്മിറ്റി അംഗവും കർഷക സംഘം ജില്ലാ കമ്മിറ്റി അംഗവുമാണ്. കുറച്ചുകാലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ച VKC നല്ലളം പഞ്ചായത്ത് പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുണ്ട്. 41ാം വാർഡായ അരീക്കാട് നിന്നാണ് VKC മുഹമ്മദ് കോയ ജനവിധി തേടുന്നത്. റിപ്പോർട്ടർ, കോഴിക്കോട്. ലോക്കൽ പോൾ ഇന്ന് കഴിഞ്ഞു. ഇനി നാളെ. നമസ്കാരം.